വലിയ ലിപ്സ്റ്റിക് ആയിരിക്കാമെന്ന്. അത് ആർക്കും മനസ്സിലാവുകയൊന്നുമില്ല. നമ്മളിത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ കുറേ ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ എവിടെ ആയിരിക്കാമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് പൊടിക്കൈകളാണ്. നമുക്ക് ലിപ്സ്റ്റിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇടാനും അതുപോലെ തന്നെ ഓരോ പാർട്ടിക്കും ഒക്കേഷനും ഏറ്റവും അടിപൊളിയായിട്ട് കറുത്ത ചുണ്ടുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലിപ്സ്റ്റിക് ഇടാൻ പറ്റും. അതുപോലെ തന്നെ നല്ല നീറ്റ് ആയിരിക്കും. നമ്മൾ അറിയാത്ത ആരോ ഇട്ടതുപോലെയോ മെസ്സായിട്ടോ ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല്ലിൽ പോലും ലിപ്സ്റ്റിക് ആവത്തില്ല. അത്രയും സിമ്പിളായിട്ടാണ്, അതുപോലെ തന്നെ പവർഫുൾ ആയിട്ട് ഈസി ആയിട്ടുമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് മേക്കപ്പ് ഒട്ടും തന്നെ ഇടാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് നീറ്റായിട്ട് അടിപൊളിയായിട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും ഇടാൻ പറ്റും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും തന്നെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു പോവാം. സോ ആദ്യം തന്നെ നമുക്കൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇനി ഇത് നമുക്കൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ചുണ്ട് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ 1 മിനിറ്റിന് താഴെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. കുറേ നേരിട്ട് ഉരയ്ക്കരുത്. ജസ്റ്റ് ആ ഒരു മുകളിലത്തെ ഡെഡ് സെൽസ് അത് മാത്രം പോയാൽ മതി. 10 സെക്കൻഡ് നമ്മൾ ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ആവും. സോ ഇത് നിങ്ങൾക്ക് ഒരു 2 ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി. സോ നിങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴും ലിപ്സ്റ്റിക് ഇടുന്നവരാണ്, ഫംഗ്ഷന് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫംഗ്ഷന് തൊട്ട് മുന്നേ ഇത് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടാം കേട്ടോ. ഒരുവിധം എല്ലാവർക്കും തന്നെ നമ്മുടെ ചുണ്ടുകളിൽ കുറച്ച് കറുത്ത നിറം ഉണ്ടായിരിക്കും, മുകളിലും താഴെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യം തന്നെ ഡാർക്ക്നെസ് കവർ ചെയ്യാം. അതിനായിട്ട് ഒരു ഡ്രോപ്പ് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ബ്രഷ് വെച്ച് താഴെ ഒരു 3 ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. മുകളിലൊരു 4 ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈവച്ച് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ ചുണ്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ ക്യൂ ടിപ്പിൻ്റെ അവിടെയൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതുപോലെ പതിയെ നല്ല രീതിയിൽ ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ക്യൂ ടിപ്പിന് ഇതുപോലെ ഒരു ക്രോസ് ഞാൻ വരച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ക്രോസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും ആ ഒരു ഭാഗം നല്ല രീതിയിൽ ഒരു ഫിനിഷിങ്ങിൽ കിട്ടും. അതിനുശേഷം താഴത്തെ ചുണ്ടിൽ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. നമ്മുടെ ചുണ്ടിൻ്റെ സൈസിനനുസരിച്ച് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫില്ല് ചെയ്തെടുത്താൽ മതി. അകത്ത് മാത്രം ഫില്ല് ചെയ്തെടുത്താൽ മതി. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഈ വോണ്ട് ഉണ്ടല്ലോ, ഇത് നമ്മുടെ താഴത്തെ ചുണ്ടിൽ കൊള്ളാതെ പതിയെ വേണം ചെയ്യാനായിട്ട്. സോ ഇത് കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും താഴ്ത്തിറങ്ങിയിട്ട് കളറൊക്കെ താഴ്ത്തിറങ്ങിയിട്ട് ഇവിടെയൊക്കെ മെസ്സായി ഇപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് ഷേപ്പിനല്ലേ വരച്ച് വെച്ചേക്കുന്നത്. സോ നമുക്ക് അതങ്ങനെ നോക്കി ചെയ്ത് കൊടുത്താൽ മതി.
മുകളിലത്തെ ലിപ്സാണ് നിങ്ങൾ ഫില്ല് ചെയ്യണമെങ്കിൽ അവിടെ ആദ്യം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കൂടെ ഇങ്ങനെ താഴത്തെ ലിപ്സ് ഫില്ല് ചെയ്യണ്ട. സോ നമുക്ക് ആദ്യം മുകളിലത്തത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അത് മാത്രം ഫില്ല് ചെയ്തിട്ട് താഴെ വീണ്ടും നിങ്ങൾ രണ്ടാമത് തുടങ്ങുന്നതാണ് നല്ലത്. ഓക്കെ, ഈ കോർണേഴ്സിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ വിട്ടു പോകരുത്, കാര്യം അതല്ലെങ്കിൽ നല്ല വൃത്തികേടായിരിക്കും. സോ ആ കോർണേഴ്സും കൂടെ ഒന്ന് കവർ ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ നോക്കുക, ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. കാര്യം ഇത് രണ്ടിടത്തും കൂടെ ഒരേ ക്വാണ്ടിറ്റിയിലാവാനാണ് ഞാൻ ചെയ്യുന്നത്. ചില എക്സ്പേർട്സ് പറയുന്നത് ഇങ്ങനെ ചെയ്യണ്ട എന്നാണ്. സോ നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം, അത് ഓക്കെ ആണെങ്കിൽ. അതല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ നടുവിൽ വെച്ചിട്ട് എക്സസ് ആയിട്ടുള്ളത് അതിൽ റിമൂവ് ചെയ്യും. നമുക്ക് പല്ലിൽ ലിപ്സ്റ്റിക് ആവുന്നത് എങ്ങനെ തടയാൻ നോക്കാം. അതാണ് ദ ബോസ്റ്റ് പാർട്ട്. നമ്മൾ എവിടെയെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകുമ്പോൾ പിന്നെ അല്ല മറ്റുള്ളവർ നമ്മളോട് പറയും പല്ലിൽ ലിപ്സ്റ്റിക് ആയിരിക്കാമെന്ന്. അതുപോലൊരു എനിക്ക് വേറെ ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നൈറ്റ് മെയർ ആണ്. എനിക്കതൊരിക്കലും നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ വിരൽ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ട് നമ്മുടെ പല്ലിൽ കൊള്ളാനുള്ളത് നമ്മുടെ കയ്യിലോട്ട് വരും, കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഓക്കെ അല്ലേ? സോ നമ്മുടെ പല്ലിലാകത്തില്ല, നമ്മുടെ ചുണ്ടിൻ്റെ അകം ഭാഗത്തിരിക്കുന്നതാണ് നമ്മുടെ പല്ലിലോട്ട് എത്തുന്നത്. സോ നമ്മൾ ഇങ്ങനെ ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അകത്തോട്ട് പോകത്തില്ല, നമ്മുടെ പല്ലിലാവത്തില്ല, നമുക്കത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. സോ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് മാറ്റാണ്, കുറച്ച് സട്ടിലാണ്. അപ്പോൾ ഇതിനെ കുറച്ച് ബ്രൈറ്റ് ആക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഹൈലൈറ്റർ എടുക്കുക. അപ്പോൾ നമുക്ക് പാർട്ടിക്കൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലുക്ക് വേണ്ട, നമുക്ക് കുറച്ചുകൂടെ ഈവനിങ് പാർട്ടി, സ്പെഷ്യലി നമ്മൾ വൈകുന്നേരമൊക്കെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് കുറേ കൂടെ ഗ്ലോയി ഒരു പാർട്ടി വൈബൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്നൊരു ഹൈലൈറ്റിങ്, നമ്മുടെ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഹൈലൈറ്റിങ് ഷെയ്ഡ് എടുക്കുക. ബ്രഷ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ച് ചെയ്താൽ മതി. ഇങ്ങനെ എക്സസ് ഉള്ളത് തട്ടിക്കൊടുക്കുക. ഇവിടെ അകത്തായിട്ട് മാത്രം കുറച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുക. നമ്മുടെ ക്യൂ ടിപ്പിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ വി പോലെ വരുന്ന സ്ഥലമാണ് കേട്ടോ ക്യൂ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചുണ്ടിങ്ങനെ എടുത്ത് കാണിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇത് ഫുള്ള് കളയുക, ഈ ഹൈലൈറ്റിംഗ് ഷെയ്ഡ് വേണ്ട. ഇത് നമുക്കിതൊന്നൊരു ബ്രൗൺ ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് അവിടെ മാത്രം, ആ ഒരു നടുവിലത്തെ ഭാഗത്ത് മാത്രം. അതായത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടിങ്ങനെ പൗട്ട് ചെയ്ത് നിൽക്കും. പൗട്ട് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഇങ്ങനെ എടുത്ത് നിൽക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡ് താഴെ അപ്ലൈ ചെയ്തെടുത്താൽ അവിടെ ഒരു നിഴൽ വന്നതുപോലെ നമ്മുടെ ചുണ്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന മാതിരി ഉണ്ടാവും. ചെറിയ ചുണ്ടുള്ളവർക്ക് ഈ ഒരു ഹാക്സ് അടിപൊളിയായിട്ട് വർക്കാവും. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുകയൊന്നുമില്ല നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. വളരെ സൂപ്പറാണ്, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഹാക്സ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഡിഫൈൻഡ് ആയിട്ട് നല്ല ഷേപ്പുള്ള ലിപ്സ് നിങ്ങൾക്ക് കിട്ടും. സോ ആർക്കും ഇനി നിങ്ങളുടെ ലിപ്സ്റ്റിക് അവിടെ ആയിരിക്കാൻ ഇവിടെ ആയിരിക്കാനോ ഒന്നും പറയാൻ പറ്റില്ല. അതിനുള്ള എല്ലാ ഹാക്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ കോൺഫിഡൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ഒരുങ്ങി 10 പേരെ ഫ്രണ്ടിൽ പോവുക. അത് നമ്മൾ നല്ല നീറ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. സോ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതൊരു ടാറ്റ ബൈ.